Dear students, in the last class, we have discussed about the myelin sheath. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മയലിൻ ഷീത്തിനെ കുറിച്ച് മനസ്സിലാക്കി. What is myelin sheath? The axons of most of the neurons are repeatedly encircled by the membrane containing lipid called myelin sheath. എന്താണ് മയലിൻ ഷീത്ത്? മിക്ക ആക്സോണുകളെയും പൊതിഞ്ഞു കാണുന്ന കൊഴുപ്പടങ്ങിയ ആവരണമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് മയലിൻ ഷീത്ത്. ഇറ്റ് ഈസ് എ മെംബ്രെയിൻ containing lipid. മയലിൻ ഷീത്ത് കൊഴുപ്പടങ്ങിയ ഒരു സ്ഥലമാണ്. Myelin sheath are seen in the nerves, in the brain and spinal cord. മയലിൻ ഷീത്ത് നാഡികളിലും മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്നു. Myelin sheath in the nerve is formed of Schwann cells. നാഡികളിൽ കാണപ്പെടുന്ന മയലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങളാലാണ്. The myelin sheath in the brain and spinal cord is formed of specialized cells called oligodendrocytes. നാഡികളിൽ അവയെ ആവരണം ചെയ്തു കാണുന്ന മയലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങളാലാണ്. എന്നാൽ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണുന്ന നാഡികളെ ആവരണം ചെയ്തു കാണുന്ന മയലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് സവിശേഷ കോശങ്ങളാലാണ്. ഇങ്ങനെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണുന്ന മയലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സവിശേഷ കോശങ്ങളെ പറയുന്ന പേരാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. Myelin sheath are seen in the nerves, in the brain and the spinal cord. What is the color of myelin sheath? Myelin sheath is shiny white in color. എന്താണ് മയലിൻ ഷീത്തിന്റെ നിറം? മയലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. What causes the white color of the myelin sheath? The white color of the myelin sheath is because of the presence of lipid in the myelin sheath. Myelin sheath is a membrane containing lipid. That lipid gives white color to the myelin sheath. മയലിൻ ഷീത്തിന്റെ വെളുത്ത നിറത്തിന് കാരണമെന്ത്? മയലിൻ ഷീത്തിലുള്ള കൊഴുപ്പിന്റെ വെളുത്ത നിറമാണ് മയലിൻ ഷീത്തിന് വെളുത്ത നിറം നൽകുന്നത്. Which color is found in the part of the brain and spinal cord where myelinated nerve cells are present in abundance? The part of the brain and spinal cord where myelinated nerve cells are present in abundance is white in color. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്ത് കൂടുതലായി ഉള്ള നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. So what is gray matter and white matter? The part of the brain
and spinal cord where myelinated nerve cells are present in abundance is called white matter. The part of the brain and spinal cord where myelinated nerve cells are present, the color will be white. So that part of the brain and spinal cord appears white. So that part is known as white matter. And the part where non-myelinated nerves, that means the axons without myelin sheath are seen. So that part are seen as gray. So that part of the brain and spinal cord are known as gray matter. എന്താണ് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ? മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വെള്ള നിറത്തിലാണ് കാണപ്പെടുക. അതിനാൽ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്ത് കൂടുതലായി ഉള്ള ഭാഗം വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെടുന്നു. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്നത് ചാര നിറത്തിലാണ്. അതിനാൽ ആ ഭാഗം ഗ്രേ മാറ്റർ എന്ന് അറിയപ്പെടുന്നു. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്നത് ചാര നിറത്തിലാണ് അല്ലെങ്കിൽ ഗ്രേ നിറത്തിലാണ്. അതിനാൽ ഈ ഭാഗം ഗ്രേ മാറ്റർ എന്ന് അറിയപ്പെടുന്നു. ഇൻ ദ നെർവസ് സിസ്റ്റം വേർ myelinated nerve cells are present in abundance is called white matter. In the nervous system, the part where non-myelinated nerve cells are present is called gray matter. നാഡീവ്യവസ്ഥയിലെ മയലിൻ ഷീത്ത് ഉള്ള നാഡീകോശ ഭാഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നു. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീവ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. ഇൻ ദ ന്യൂറോൺ, myelin sheath is only seen on the axons. Myelin sheath is not present on the cell body, dendron, dendrite, axonite, etc. കോശ ശരീരത്തിലും ഡെൻഡ്രോണിലും ഡെൻഡ്രൈറ്റിലും ആക്സോണൈറ്റിലും മയലിൻ ഷീത്ത് ഇല്ല. So in which color cell body, dendron, dendrite, axonite will appear? These parts will appear in gray color because there are no myelin sheath present in these parts. കോശ ശരീരവും ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും ആക്സോണൈറ്റും ഏത് നിറത്തിലായിരിക്കും കാണുക? അവ ചാരനിറത്തിൽ, ഗ്രേ നിറത്തിലാണ് കാണപ്പെടുക. കാരണം അവിടെ മയലിൻ ഷീത്ത് ഇല്ല. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മയലിൻ ഷീത്ത്? ഇനി നമുക്ക് എന്താണ് മയലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന് നോക്കാം. We have already studied that myelin sheath is seen on the axons. Myelin sheath give the axons nutrients and oxygen.
So the main function of myelin sheath is to provide nutrients and oxygen to the axon. നാം മുൻപ് പറഞ്ഞു മയലിൻ ഷീത്ത് കാണപ്പെടുന്നത് ആക്സോണിനെ വലയം ചെയ്താണ്. ആക്സോണിന് പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുന്നത് മയലിൻ ഷീത്താണ്. The axons which have myelin sheath accelerate impulses. The speed of the impulses are increased by the myelin sheath. The axons with the myelin sheath increases or accelerate the impulses, increases the speed of the impulses. മയലിൻ ഷീത്ത് ആവേഗങ്ങളുടെ അഥവാ സന്ദേശങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. മയലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങളിലൂടെ സന്ദേശം അഥവാ ആവേഗങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ആൻഡ് മയലിൻ ഷീത്ത് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഇവ വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുന്നു. മയലിൻ ഷീത്ത് പ്രൊട്ടക്ട് the axon from external shocks. മയലിൻ ഷീത്ത് ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നു.